ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മൾ സാധാരണ വാട്സപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് കുറേ അപ്ഡേറ്റുകൾ നമുക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. പക്ഷേ വലിയ അപ്ഡേറ്റുകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കും. പക്ഷേ ചെറിയ അപ്ഡേറ്റുകൾ, വളരെ കുഞ്ഞായിട്ടുള്ള ചെറിയ അപ്ഡേറ്റ്സുകൾ നമ്മൾ ശ്രദ്ധിക്കാറില്ല. പക്ഷേ അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള അപ്ഡേറ്റ്സുകൾ. അതുപോലെ ഒരു 3 അപ്ഡേറ്റ്സുകളാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് അറിയുന്നതാണെങ്കിൽ നിങ്ങൾ അറിയാത്തവർ കൂടി ഇത് ഷെയർ ചെയ്യുക. അറിയാത്തവരാണെങ്കിൽ ഇത് വളരെ യൂസ്ഫുൾ ആണ്. അപ്പോൾ നിങ്ങളത് ചെയ്ത് നോക്കുക. വളരെ ചെറിയ അപ്ഡേറ്റുകളാണ്, പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് പ്രശ്നം. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഇത് വളരെ യൂസ്ഫുൾ ആണെന്നുള്ളത്. ഇതുപോലെ നല്ല വീഡിയോസാണ് എല്ലാ ദിവസവും ഷെയർ ചെയ്യുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടത്തില്ല ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. വാട്സപ്പിൽ സാധാരണ വരുന്ന വലിയ അപ്ഡേറ്റ്സുകൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അപ്പം ഇന്ന് വളരെ ചെറിയ അപ്ഡേറ്റുകളാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് അറിയുന്നവരാണെങ്കിൽ അറിയാത്തവർക്കും ഷെയർ ചെയ്യാൻ ഒന്നുകൂടി പറയുകയാണ്. ഇവിടെ ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. അപ്പം നമ്മൾ സാധാരണ നമുക്ക് വന്നിരിക്കുന്ന മെസ്സേജുകളൊക്കെ നമ്മൾ ഫോർവേഡ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഞാൻ ഒരു മെസ്സേജ് കാണിച്ചു തരാം. ഒരു ഫ്രണ്ട് അയച്ച മെസ്സേജാണ്, സിസ്റ്റർ എന്നെ അയച്ച മെസ്സേജാണ്. ഈ ഒരു മെസ്സേജ് ഞാൻ എൻ്റെ വൈഫിന് ഫോർവേഡ് ചെയ്യാണ്. അപ്പോൾ സാധാരണ നമ്മൾ ഫോർവേഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ഫോർവേഡ് ഐക്കൺ ക്ലിക്ക് ചെയ്തോ ഞാൻ വൈഫിന് ഫോർവേഡ് ചെയ്യണം. ഫോർവേഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ താഴെ കണ്ടില്ലേ ആഡ് എ മെസ്സേജ് എന്നൊരു ഓപ്ഷൻ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് ഉണ്ടെങ്കിൽ നമുക്ക് അയക്കുന്ന ആ ഒരു അറ്റാച്ച്മെന്റിന്റെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. ഇവിടെ ഞാൻ ഹായ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്കത് അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് എത്തുന്ന സമയത്ത് എങ്ങനെയാണ് എത്തുക എന്നുള്ളത് കൂടി നമുക്ക് ഇവിടെ കാണിച്ചു തരാൻ കണ്ടില്ല. നമ്മൾ സെൻഡ് ചെയ്തു, അതിന്റെ കൂടെ തന്നെ നമ്മളുടെ അറ്റാച്ച്മെന്റിന്റെ തൊട്ട കൂടെ തന്നെ ആയിട്ട് എന്ത് വന്നിട്ടുണ്ട്, ഹായ് ഫ്രണ്ട് എന്ന് കൂടെ വന്നിട്ടുണ്ട്. ഇത് പുതിയൊരു അപ്ഡേറ്റ് ആണ്, പലർക്കും അറിയാത്തൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി മുതൽ ഫോർവേഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിന്റെ കൂടെ തന്നെ നമുക്ക് എന്തെങ്കിലും മെസ്സേജ് അയക്കാനുണ്ടെങ്കിൽ അത് അയക്കാൻ സാധിക്കും. ഇനി രണ്ടാമതായിട്ടുള്ള സെറ്റിംഗ് വളരെ ചെറിയ സെറ്റിംഗ്സ് ആണ് പറഞ്ഞിരുന്നത്. ഇവിടെ നമുക്ക് മുകളിൽ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്താൽ മോർ ഓപ്ഷൻസ് വരുന്നുണ്ട് അല്ലേ. ആ മോർ ഓപ്ഷൻസ് നമുക്ക് കാണാം. ഇവിടെ സെറ്റിംഗ്സ് പറയുന്ന ഓപ്ഷൻ കാണാം. ആ സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാം ന്യൂ ഗ്രൂപ്പ്സ്, ബ്രോഡ്കാസ്റ്റ്, സ്റ്റാർട്ട് മെസ്സേജ്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇവിടെ അക്കൗണ്ട്സിൽ കയറി കഴിഞ്ഞാൽ കുറേ സബ് ഓപ്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രൈവസിയിൽ നോക്കിക്കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് നമുക്ക് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ചാറ്റ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ്. അവിടെ നമുക്ക് വാൾപേപ്പർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കും. നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ നമ്മളൊന്ന് ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ വന്നിരിക്കുന്ന ഒരു ഓപ്ഷനാണ്. നമ്മളിവിടെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിംഗ്സ് എടുത്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ പറഞ്ഞിരിക്കുന്ന സെറ്റിംഗ്സിന്റെ തൊട്ടടുത്ത് ഒരു സെർച്ച് ബട്ടൺ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ഈ സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് അവിടെ എന്ത് ടൈപ്പ് ചെയ്താൽ മതി, നമ്മൾ എല്ലാ സെറ്റിംഗ്സിലും പോകേണ്ട ഇവിടെ നിന്ന് വാൾപേപ്പറിന്റെ WA എന്ന് കൊടുക്കുന്ന സമയത്തേക്ക് തന്നെ നമുക്കിവിടെ വാൾപേപ്പർ വന്ന് നിൽക്കുന്നുണ്ട്. ഇത് വളരെ ഉപകാരമുള്ള ഓപ്ഷനാണ്. നമുക്ക് അതിനുള്ളിൽ കയറിയിട്ട് നമുക്ക് സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നെ സെർച്ച് വേർഡ് കൊടുക്കാം. പിന്നെ മറ്റൊരു സെർച്ച് വേർഡ് ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. ഒരു ഇമെയിൽ നമ്മളൊന്ന് ടൈപ്പ് ചെയ്യാണ്. ഇമെയിൽ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഇമെയിൽ. ജസ്റ്റ് ഇമെയിലിന് കൊടുക്കുമ്പോഴേക്ക് തന്നെ നമുക്ക് എന്ത് വരുന്നുണ്ട്, ഇമെയിൽ കൊടുക്കാനുള്ള ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതും വാട്സപ്പിന്റെ പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റ് ആണ്. ഓരോ ആളുകൾക്കും ഓരോ രീതിയിലാണ് അപ്ഡേറ്റ്. ചിലർക്ക് ഇപ്പോൾ വന്നിട്ടുണ്ടാവും, ചിലർക്ക് മുൻപായിരിക്കും വന്നിട്ടുണ്ടാവുക, ഇപ്പോഴും വരാത്ത ആളുകളും ഉണ്ടാവും. ഇനി നമുക്ക് അടുത്തൊരു ഓപ്ഷൻ ഞാൻ പറഞ്ഞുതരാം. ആ ഒരു ഓപ്ഷൻ വരുന്നത് നമ്മൾ വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇവിടെ ഏറ്റവും നല്ലൊരു അപ്ഡേറ്റ് ആണിത്. ഇവിടെ നമുക്ക് കാണാം കോൾസ് എന്നുള്ള ഓപ്ഷൻ കാണാം അല്ലേ. കോൾസ്, ഈ കോൾസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ആദ്യം ഇവിടെ ഇതൊക്കെ നമുക്ക് കോൾ വന്നിരിക്കുന്നത് നമ്മൾ പോയിരിക്കുന്ന അതിൻ്റെ കോളുകളാണ്. പക്ഷെ നമുക്ക് മിസ്ഡ് ആയിട്ടുള്ള കോളുകൾ, മിസ് കോളുകൾ നമുക്ക് ഇപ്പം മുതൽ നമുക്ക് കാണിക്കുന്നത് ഫുള്ള് റെഡ് കളറിലാണ്. പണ്ട് നമുക്ക് ഈ മിസ് കോൾ കാണിച്ചിരുന്ന ആകെ ആ ഏരോ മാർക്ക് മാത്രം റെഡ് ആയിരുന്നു വന്നിരുന്നത്. പക്ഷെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നതിൽ ആ ഒരു പേര് മൊത്തം, പ്രൊഫൈൽ നെയിം മൊത്തമായിട്ട് നമുക്ക് റെഡ് കളറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ കുഞ്ഞു ഓപ്ഷൻസ് ആണ്. പക്ഷേ ഇത് വളരെയധികം യൂസ്ഫുൾ ആണ്, പലർക്കും അറിയാത്തതുമാണ്. പ്രത്യേകിച്ച് പുതിയതായിട്ട് വാട്സപ്പൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഈ ഓപ്ഷൻസ് ഒന്നും അത്ര അറിവുണ്ടാവില്ല. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയുള്ള ചെറിയ അപ്ഡേറ്റ്സ് മാത്രമല്ല, വലിയ അപ്ഡേറ്റ്സും ഞാൻ വീഡിയോസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോസൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോസ് വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ അറിയാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്തു. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ശരിയല്ലേ, ചെറിയ അപ്ഡേറ്റുകളാണ്, പക്ഷെ നമ്മൾ അത്ര കണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ അറിയാത്തവർക്കൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ഉള്ള വീഡിയോസുമായി വരുന്നവരെ അഭിലാഷ് രാഘവ് സൈനിങ് ഔട്ട്.